ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസായ എയുടെയും ആനിൻ്റെയും യൂസേജിനെ കുറിച്ചാണ്. എ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായാലും ആൻ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായാലും അത് എപ്പോഴും ഉപയോഗിക്കേണ്ടത് അൺകൗണ്ടബിൾ സിംഗുലർ നൗണിന് മുന്നിലാണ്. ഈ അൺകൗണ്ടബിൾ സിംഗുലർ നൗൺ ഒരു വവ്വൽ സൗണ്ടിൽ തുടങ്ങുന്നതാണെങ്കിൽ അതിൻ്റെ മുന്നിൽ ആൻ ചേർക്കണം, അല്ലാത്തതിൻ്റെ കോൺസണൻസിൻ്റെ മുന്നിലെല്ലാം നമ്മളെപ്പോഴും എ ചേർക്കണം എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ആൻ ആപ്പിൾ, ആൻ എഗ്, ആൻ അവർ, ആൻ ഓഫീസർ. പക്ഷേ ചിലപ്പോൾ ഒരു നൗൺ തുടങ്ങുന്നത് ചിലപ്പോൾ വവ്വലിലായിരിക്കുമെങ്കിലും അതിൻ്റെ സൗണ്ട് അങ്ങനെ ആയിരിക്കില്ല. ഉദാഹരണമായിട്ട് എ യൂറോപ്യൻ എന്നേ പറയാറുള്ളൂ. ഈയിലാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ എ യൂറോപ്യൻ എന്ന് പറയും, എ യൂണിയൻ എന്ന് പറയും, എ യൂണിവേഴ്സിറ്റി എന്ന് പറയും. ഓക്കെ, ഇത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കേസ് എ ഫ്യൂ, എ ലിറ്റിൽ എന്നീ രണ്ട് വാക്കുകളുണ്ട്. ഇത് രണ്ടിനും കുറച്ച് എന്ന അർത്ഥമാണുള്ളത്, രണ്ടിനും ഒരേ മീനിങ് ആണ്. പക്ഷേ എ ഫ്യൂ ഉപയോഗിക്കേണ്ടത് എപ്പോഴും കൗണ്ടബിൾ നൗണിന് മുന്നിലായിരിക്കണം. എ ലിറ്റിൽ ഉപയോഗിക്കേണ്ടത് അൺകൗണ്ടബിൾ നൗണിന് മുന്നിലായിരിക്കണം. അത് നിർബന്ധമുണ്ട്. ഉദാഹരണമായിട്ട് ഐ ഹാവ് എ ഫ്യൂ ബുക്സ്. ബുക്സ് അതൊരു കൗണ്ടബിൾ, ബുക്ക് ഒരു കൗണ്ടബിൾ നൗൺ ആയതുകൊണ്ടാണ് ഐ ഹാവ് എ ഫ്യൂ ബുക്സ് എന്ന് പറയുന്നത്. എന്നാൽ ദേ ഗേവ് ഹിം എ ലിറ്റിൽ മണി. മണി അത് അൺകൗണ്ടബിൾ ആണ്. അതുപോലെ മറ്റൊരു ഉദാഹരണം നോക്കിയാൽ എ ഫ്യൂ ഡേയ്സ് പാസ്ഡ്. ഡേ അത് കൗണ്ടബിളാണ്. എ ഫ്യൂ ഡേയ്സ് അപ്പോൾ എ ഫ്യൂ ഉപയോഗിച്ചു. എ ലിറ്റിൽ വാട്ടർ ലെഫ്റ്റ് ഇൻ ദ ഗ്ലാസ്. എ ലിറ്റിൽ വാട്ടർ അത് അൺകൗണ്ടബിൾ നൗണാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൗണ്ടബിൾ ആണെങ്കിൽ അൺകൗണ്ടബിൾ ആണെങ്കിൽ ഇതിൽ രണ്ടിനും മുന്നേ എ ഫ്യൂവും എ ലിറ്റിലും ചേർക്കുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും പോർഷൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതെല്ലാം നമുക്ക് ബേസിക് എല്ലാത്തിനും യൂസേജ് വരുന്ന കാര്യങ്ങളാണ്.